ഇന്നത്തെ വചനചിന്തയ്ക്കായി 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 20-ാം വാക്യം. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് യഹോവ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. ഈ വചനഭാഗത്തു നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊരു സാധാരണ യുദ്ധമല്ല, ഇതൊരു ആത്മീയ യുദ്ധമാണ്. മനുഷ്യന്റെ ശക്തിയാൽ ജയിക്കാനാവാത്ത, ദൈവത്തിൽ ആശ്രയം വെച്ചാൽ മാത്രം ജയിക്കാനാവുന്ന യുദ്ധം. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ നാം നേരിടേണ്ടി വരും. വിശ്വാസത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന വിവിധ ജീവിത സാഹചര്യങ്ങൾ, പ്രാർത്ഥനയിൽ നിന്നും നമ്മളെ പിന്മാറ്റാൻ ശ്രമിക്കുന്ന ശബ്ദങ്ങൾ, മനസ്സിൽ വരുന്ന സംശയങ്ങൾ, ഭയങ്ങൾ, കുറ്റബോധം, നിരാശ, ഇവയെല്ലാം നമ്മുടെ ആത്മീയ യുദ്ധത്തിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ യുദ്ധം ജയിക്കണമെങ്കിൽ ദൈവാശ്രയത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഈ യുദ്ധത്തിൽ നമുക്ക് ഭൗതികമായ ആയുധങ്ങൾ ആവശ്യമില്ല, തോക്ക് ആവശ്യമില്ല, വാൾ ആവശ്യമില്ല. ആവശ്യമുള്ളത് വിശ്വാസമാണ്, പ്രാർത്ഥനയാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു, അവനിൽ ആശ്രയം വെച്ചു. അതെ, അതാണ് വിജയ രഹസ്യം, ദൈവത്തിലുള്ള ആശ്രയം. ദൈവം യുദ്ധം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾക്ക് വിജയം ലഭിക്കുന്നത്. ദൈവം അവരുടെ നിലവിളി കേട്ടു, അതായത് അവരുടെ യുദ്ധം ദൈവത്തിന്റെ യുദ്ധമായി. നമ്മൾ പ്രാർത്ഥനയിൽ നിലവിളിക്കുമ്പോൾ ആ യുദ്ധം ഇനി നമ്മുടേതല്ല, അത് ദൈവത്തിന്റെ യുദ്ധമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വിശ്വാസം നഷ്ടപ്പെടാതെ നിൽക്കുന്നവർക്കാണ് ആത്മീയ വിജയമെന്ന മഹത്വം ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ നാം പേടിക്കരുത്. നിന്റെ ശത്രു ദൃശ്യമായ വ്യക്തികളല്ല, ദൃശ്യമായ പ്രശ്നങ്ങളുമല്ല, ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനയാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നാം ഈ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകണം. നമ്മുടെ ആശ്രയം കർത്താവിലാണെങ്കിൽ ആത്മീയ യുദ്ധത്തിൽ വിജയം നമുക്ക് ഉറപ്പാണ്. ശത്രുവിന്റെ മുമ്പിൽ ദൈവം നമ്മളെ ഉയർത്തി നിർത്തുവാൻ ഇടയായിട്ട് തീരും. ഈ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം ഒരു ആത്മീയ യുദ്ധക്കളമാണ്, ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് ഞങ്ങൾ നേരിടുന്ന ആത്മീയ പോരാട്ടത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിന്നോട് നിലവിളിക്കുന്നു. ഞങ്ങളുടെ ശക്തിയാലോ കഴിവിനാലോ അല്ല, അങ്ങയുടെ ശക്തിയിൽ മാത്രം ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. വിശ്വാസത്തിന്റെ ആയുധം ധരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ആത്മീയ നിറവ് നൽകണമേ, ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.